പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും, യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം, 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 സ്തോത്രം അപ്പ. പ്രൈസ് ടു ജീസസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം, 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 സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ. യേശുവേ, അങ്ങേക്ക് സ്തോത്രം കർത്താവ്, സ്തോത്രം കർത്താവ്, സ്തോത്രം കർത്താവ്. രക്തത്താൽ ചെയ്യും, യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും, യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും. കർത്താവേ, അങ്ങേക്ക് സ്തോത്രമപ്പ, 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 സ്തോത്രമപ്പ. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ACOP ആലുവ ചർച്ചിൻ്റെ കീഴിലുള്ള ഫേസ്ബുക്ക് പേജിൽ അല്പനാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരുവചനവുമായി കടന്നു വരുവാൻ തക്കോണം ദൈവമായി കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ACOP സഭാ ശുശ്രൂഷകൻ കർത്താവിൽ ബഹുമാന്യ പാസ്റ്റർ KG ജോൺ അവറുകൾ, അതുപോലെ തന്നെ AWM കോർഡിനേറ്റേഴ്സ് കർത്താവിൽ ബഹുമാന്യ സിസ്റ്റേഴ്സ് സിസ്റ്റർ സൂസൻ ജോയ് ആൻഡ് സിസ്റ്റർ ബ്ലസ്സി സാലു, ഇവർക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലായിരിക്കുന്ന അല്ലെ ഈ പേജിലായിരിക്കുന്ന ദൈവദാസി ദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ എല്ലാവർക്കും, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ദൈവമായി കർത്താവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നല്ല സന്ദർഭത്തെ ഒരുക്കി തന്ന നമ്മുടെ പിതാവിന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയരെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിന്റെ വരവ് അല്പമൊന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു നല്ല സന്ദർഭത്തെ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. സന്തോഷത്തോടു കൂടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം ദൈവജനമേ, പ്രാർത്ഥനയോടുകൂടി നിങ്ങളായിരിക്കുക. കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. ഇന്ന് ഈ വൈകിയവേളയിൽ നമ്മുടെ കർത്താവിന് എന്താണ് നമ്മളോട് പറയുവാനുള്ളത് വചനത്തിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. ദൈവമായി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആണ്ടവരും രക്ഷകരുമായ യേശു ക്രിസ്തുവിൻ ഇണയറ്റ നാമത്തിൽ அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராக இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய வருகைக்காக நாம் ஒவ்வொருவரும் ஆயத்தமாய் இருக்க வேண்டியது மிக மிக அவசியமாக இருக்கிறது. கர்த்தருடைய பிள்ளைகளை 2-3 பேர் எங்கிருந்தாலும் ஒரு மத்திய நான் உண்டு என்று ஆண்டவர் சொன்னார் அல்லவா? நிச்சயமாகவே அவர் நம்மோடு கூட வாசம் பண்ணுகிறார். ஹல்லேலூயா. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയമെച്ചിരിക്കുന്ന ദൈവജനമേ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി പ്രൈസ് ദി ലോർഡ്, ഞാനൊരു പഴയ ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കാം. ദൈവമായി കർത്താവിൽ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എവിടെ പോയാലും പാടുന്ന ഒരു പഴയ ഗാനമുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗാനമുണ്ട്. ആ ഗാനത്തിൽ നിന്ന് ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കും അറിയാവുന്ന ഗാനം തന്നെയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ദൈവജനം നിങ്ങൾക്കും ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൽ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായില്ലെന്ത് കഷ്ടമേ, എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായിൽ എന്തു കഷ്ടമേ, ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം, ലേശം ഇല്ലാ സമയങ്ങൾ, ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം, ലേശം ഇല്ലാ സമയങ്ങൾ, രാജാക്കന്മാർ വലിയ ധീരന്മാർ
ധീരന്മാരായവരും രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായിൽ എന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായിൽ എന്തു കഷ്ടമേ. കട്ടിലിൽ കിടക്കവയോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കട്ടിലിൽ കിടക്കവയോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കാട്ടിൽ മാലാകളിലോ റോഡിൽ തെരുക്കളിലോ. കാട്ടിൽ മാലാകളിലോ റോഡിൽ തെരുക്കളിലോ. കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴും. കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴും. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായിൽ എന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന ഓർക്കായിൽ എന്തു കഷ്ടമേ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലോ. കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലോ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായിൽ എന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായിൽ എന്തു കഷ്ടമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എന്നോട് ചേർന്ന് കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവ്, ഈ വൈകിയ വേളയിൽ അപ്പ വചനവുമായി ഈ അടിയൻ കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവേ, അങ്ങ് സംസാരിക്കണം. അങ്ങയുടെ ശബ്ദം കേൾക്കുവാനുള്ള ഭാഗ്യം ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ. അവിടുത്തെ തങ്കച്ചോരയാൽ അപ്പച്ചൻ എല്ലാവരെയും കഴുകി അങ്ങ് മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തനും ഒടുക്കത്തവനുമായ സർവ്വവല്ലഭനായ കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ എന്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാറത്ത് പൻകച്ച കെട്ടിയവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായി കർത്താവിന്റെ ഒരു സാന്നിധ്യം അനുഭവിപ്പാൻ എന്റെ ദൈവം സഹായിക്കണമേ. കർത്താവെ, വചനത്തിന് മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഇന്ന് വചനം പുതുതായി കേൾക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്, അവരിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടുവാൻ എന്റെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിക്കുവാൻ അടിയനെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം കർത്താവ്.
കൃപയാൽ നിറച്ചാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ഇന്ന് അല്പനിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു സ്വർഗീയ കോടതിയെ കുറിച്ചാട്ടോ. സ്വർഗീയ കോടതിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ ന്യായാസനം. പ്രിയമുള്ള ദൈവമക്കളെ, ഒരു കഥയല്ല. അതുകൊണ്ട് ഒരു സ്റ്റോറി കേട്ടിരുന്ന് നിങ്ങൾക്ക് പിന്നീട് കേൾക്കാമെന്ന് പറഞ്ഞാൽ അതിന്റെ മാധുര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതല്ല. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ആരംഭം മുതൽ അവസാനം വരെ വചനത്തിന്റെ മുൻപിൽ താണിരിക്കുവാൻ ഹല്ലേലൂയ ഒരു സമർപ്പണം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇന്ന് ഈ പകൽക്കാലം വചനത്തിലേക്ക് കടക്കുമ്പോൾ പ്രിയരെ, നമുക്കൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കട്ടെ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെ നമുക്കൊരു സ്വർഗീയ കോടതിയെക്കാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോക കോടതികൾ എന്ന് പറയുമ്പോൾ ദൈവമക്കളെ, നമുക്കറിയാം ഹൈക്കോർട്ടുണ്ട്, സുപ്രീം കോർട്ടുണ്ട്, ജില്ലാ കോടതികളുമുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പല കോടതികൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ പ്രിയരെ, അവിടെയൊക്കെ കുറഞ്ഞത് ഒരു ന്യായാധിപൻ ഉണ്ടായിരിക്കും എന്നതാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇരു കൂട്ടരുടെയും വാദം കേട്ടിട്ട് ജഡ്ജ്മെന്റ് പറയും. എന്നാൽ ആ ജഡ്ജ്മെന്റിനോട് യോജിച്ചു പോകുവാൻ കഴിയാത്തവർ ഉപരി കോർട്ടിലേക്ക് അവർ പോകും. അത് നമുക്കറിയാം. എന്നാൽ എന്റെ പ്രിയമുള്ള സ്നേഹിതരെ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ. സ്വർഗീയ കോടതി അങ്ങനെയല്ല എന്നത് ഞാൻ വ്യക്തമാക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഇത് ശ്രവിച്ചാലും ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ചിലരൊക്കെ പറയുമായിരിക്കും, ഞങ്ങൾക്ക് ഈ കോടതി ഒന്നുമില്ല, ഈ ന്യായാസനത്തിന് മുൻപിലൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന പലരെയും എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഞാനൊരു പാട്ടിന്റെ ചില അടികൾ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പഴയ ദേവദാസന്മാർക്കും ദേവദാസിമാർക്കും ഒക്കെ ഈ പാട്ട് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ പാട്ടിന്റെ ആരംഭം മുതൽ നിങ്ങൾ കേൾക്കുക. എങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ അവിടേക്ക് അതിനൊക്കെ മറുപടി പറയേണ്ടി വരുമെന്ന് ഞാനിത് പാട്ടിലൂടെ തന്നെ വ്യക്തമാകും. നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യായാധിപൻ വരുന്നേ, ന്യായസനെ ന്യായം വിധിപ്പതിനാ, പുസ്തകം കയ്യിലേന്തി അവരവർക്കുള്ള കണക്കു നോക്കി. പുസ്തകം കയ്യിലേന്തി അവരവർക്കുള്ള കണക്കു നോക്കി. കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കളും ചണ്ടാളനാണെന്നും വ്യത്യാസം വന്നിട. ന്യായാധിപൻ വരുന്നേ, ന്യായസനെ ന്യായം വിധിപ്പതിനായി, പുസ്തകം കയ്യിലേന്തി അവരവർക്കുള്ള കണക്കു നോക്കി. പുസ്തകം കയ്യിലേന്തി അവരവർക്കുള്ള കണക്കു നോക്കി. ആർക്കും ഒഴിഞ്ഞുകൂടാ അന്നേ ദിനം എല്ലാരും തന്റെ മുൻപിൽ. വ്യാപാരം ചെയ്തവരും അതിൻ വില കള്ളം പറഞ്ഞവരും ഒട്ടും മറക്കാതെ സത്യം പറവാൻ എല്ലാരും തൻ മുൻപിൽ നിന്നേ മതിയാകൂ. ന്യായാധിപൻ വരുന്നേ, ന്യായസനെ ന്യായം വിധിപ്പതിനായി, പുസ്തകം കയ്യിലേന്തി അവരവർക്കുള്ള കണക്കു നോക്കി. പുസ്തകം കയ്യിലേന്തി അവരവർക്കുള്ള കണക്കു നോക്കി. ഈ ലോക കോടതിയിൽ സത്യങ്ങൾ നന്നായി മറച്ചവരും കൈക്കൂലി വാങ്ങിയോരും അതുപോലെ കൂലി കൊടുത്തവരും ജഡ്ജിയും വക്കീലും കള്ളസാക്ഷികൾ എല്ലാരും തൻ മുൻപിൽ വന്നേ മതിയാകൂ. ന്യായാധിപൻ വരുന്നേ, ന്യായസനെ ന്യായം വിധിപ്പതിനായി,
പുസ്തകം കയ്യിലെത്തി അവരവർക്കുള്ള കണക്കു നോക്കി. പുസ്തകം കയ്യിലെത്തി അവരവർക്കുള്ള കണക്കു നോക്കി. ചിലരൊക്കെ പറയും, അയ്യോ ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് പള്ളിയിൽ പോകുന്നവരാ, ആരാധനയ്ക്ക് പോകുന്നവരാ, ഞങ്ങൾക്കൊന്നും ഇതിനകത്ത് പങ്കില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അനേകരും അങ്ങനെ പറയും. പള്ളിപ്പിടിയരികൾ പിരിച്ചതിലൊട്ടും മറച്ച പുമാൻ, പള്ളിപ്പണമെടുത്ത് ഭയന്നിടാതൊട്ടും മറച്ച മാന്യൻ, കള്ള ഉപദേശിയും കപ്പ്യാരും മൂപ്പരും എല്ലാരും തന്മുമ്പിൽ നിന്നേ മതിയാകും. ന്യായാധിപൻ വരുന്നേ ന്യായസേന ന്യായം വിധിപ്പതിനാ. പുസ്തകം കയ്യിലെന്തി അവരവർക്കുള്ള കണക്കു നോക്കി. പുസ്തകം കയ്യിലെന്തി അവരവർക്കുള്ള കണക്കു നോക്കി. എന്റെ സിസ്റ്ററെ, ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികളായി വർഷങ്ങളായി പാരമ്പര്യമുണ്ട് ഞങ്ങൾക്ക് പറയാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നുണ്ടോ? ക്രിസ്ത്യാനി എന്ന നാമം ധരിച്ചിട്ട് ജീവിതം ലേശമില്ല. അർദ്ധരാത്രി സമയം അറിയാതെ ക്ഷുദ്രങ്ങൾ ചെയ്തവരും കള്ള ക്രിസ്ത്യാനിയും വേഷഭക്തിക്കാരും എല്ലാരും തൻ മുൻപിൽ നിന്നേ മതിയാകും. ന്യായാധിപൻ വരുന്നേ ന്യായസേന ന്യായം വിധിപ്പതിനാ. പുസ്തകം കയ്യിലെത്തി അവരവർക്കുള്ള കണക്ക് നോക്കി. ആമേൻ. പുസ്തകം കയ്യിലെത്തി അവരവർക്കുള്ള കണക്ക് നോക്കി. ചോറിനും തുട്ടിനുമായി വൻവേല ഉദ്യോഗമായി കരുതി സത്യമേറ്റം മറച്ച് ജനങ്ങളെ അന്ധകാരത്തിലാക്കി. എത്രയോ സഭകളിൽ യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ഇതൊരു ഉദ്യോഗമല്ല. ഹല്ലേലൂയ. എന്റെ കർത്താവ് കണക്ക് ചോദിക്കുന്ന ഒരു നാളുണ്ട്, മറന്നു പോകരുത്. ചോറിനും തുട്ടിനുമായി വൻവേല ഉദ്യോഗമായി കരുതി സത്യമേറ്റം മറച്ച് ജനങ്ങളെ അന്ധകാരത്തിലാക്കി. പാസ്റ്ററും മെത്രാനും ഉപദേശി ലോകവും എല്ലാരും തൻ മുൻപിൽ നിന്നേ മതിയാകും. ന്യായാധിപൻ വരുന്നേ ന്യായസേന ന്യായം വിധിപ്പതിനാ. പുസ്തകം കയ്യിലെന്തി അവരവർക്കുള്ള കണക്ക് നോക്കി. പുസ്തകം കയ്യിലെത്തി അവരവർക്കുള്ള കണക്ക് നോക്കി. ഈ ലോക കോടതിയിലെ വക്കീലന്മാർക്കൊക്കെ മാറി നിൽക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കോടതി തിണ്ണയിലും അതുപോലെ മദ്യഷാപ്പുകളിലും നിത്യവും പോയിടുന്ന ക്രിസ്തീയരെ നല്ലപ്പോൾ ചിന്ത ചെയ്യുക. സത്യം വിധിക്കുന്ന സ്വർഗീയ കോടതി തിട്ടമായി ചെന്നു നിന്നേ മതിയാകൂ. ന്യായാധിപൻ വരുന്നേ ന്യായസേന ന്യായം വിധിപ്പതിനാ. പുസ്തകം കയ്യിലെന്തി അവരവർക്കുള്ള കണക്ക് നോക്കി. ആമേൻ. പുസ്തകം കയ്യിലെന്തി അവരവർക്കുള്ള കണക്ക് നോക്കി. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ. ഒരു കാര്യം പറയട്ടെ, സ്വർഗീയ കോടതി വളരെ വ്യത്യസ്തമായ നിലയിലൂടാണെന്നുള്ളത് നാം ദൈവജനം അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ച് വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ആരാണ് ഈ സ്വർഗീയ കോടതിയിലെ ന്യായാധിപൻ എന്നതിനെ കുറിച്ച് നമുക്ക് അറിയണ്ടേ. വചനത്തിന്റെ തെളിവിലൂടെ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ എന്നത് ഞാൻ ഈ സമയം ഉറപ്പിക്കുകയാണ്. വചനം എന്താണ് പറയുന്നത്? ആരാണ് ഈ സ്വർഗീയ കോടതിയുടെ ന്യായാധിപൻ എന്ന് നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനം 58-ന്റെ 11-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട്. ആമേൻ. നിശ്ചയം ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, നിശ്ചയം എന്ന് മനുഷ്യർ പറയും. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂമിയിൽ ന്യായം വിധിക്കുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എല്ലാവരും
പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിനാ പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. അടുത്തതായിട്ട് ഇനി നാം ചിന്തിക്കാൻ പോകുന്നത് എപ്പോഴാണ് ന്യായം വിധിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. എപ്പോഴാണ് ന്യായം വിധിക്കുന്നത്? പ്രിയരെ, കർത്താവിന്റെ മേഘപ്രത്യക്ഷതയ്ക്കും സഭയുടെ ഉൽപ്രാവണത്തിനും ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് എന്നത് നമുക്കവിടെ വ്യക്തമാകുകയാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ ചില പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ലോക കോടതിയുടെ ജഡ്ജി ഇരിക്കുന്ന ആ ഭാഗത്ത് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇരിപ്പുണ്ട്, നമുക്കറിയാം. എന്നാൽ സ്വർഗീയ കോടതിയിൽ വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ചിന്തിക്കാം. എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് നമ്മുടെ അരുമനാഥൻ വെച്ചിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ജീവപുസ്തകം. പ്രൈസ് ദി ലോർഡ്. ജീവപുസ്തകം. മലാക്കി 3:16. ഹല്ലേലൂയ. സ്മരണയുടെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 14:48. ദൈവവചനം അവിടെ വെച്ചിരിക്കുന്നു. റോമർ 2:12. മനസാക്ഷിയുടെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവം സ്വർഗീയ കോടതിയിൽ വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ. അവിടെ ജീവപുസ്തകത്തെ കുറിച്ച് പറഞ്ഞുവല്ലോ. ദൈവമക്കളെ, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഒരു വ്യക്തി പോലും ഹല്ലേലൂയ എന്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിലേക്ക് പോകുവാൻ കഴിയുന്നതല്ല എന്നത് വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ. ചിലർ പറയും, ഞങ്ങൾക്ക് ഇതൊന്നും വലിയ കാര്യം അല്ല, ന്യായവിധിയോ ഇതൊക്കെ വന്നു പോകട്ടെ, ഇതൊന്നും വലിയ വിഷയം അല്ല. ചിലർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ന്യായവിധി ആരെയാണ് ന്യായം വിധിക്കാൻ പോകുന്നത്? ഇതൊക്കെ ചുമ്മാതെ പറയുന്ന, വർഷങ്ങളായി കേൾക്കുന്നതല്ലേ എന്ന് പറയുന്ന പല പ്രിയപ്പെട്ടവരെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹിതരെ, ആരെയാണ് ന്യായം വിധിക്കുന്നത്? നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കയീൻ തുടങ്ങിയ ദുഷ്ടന്മാർ. വെളിപ്പാട് പുസ്തകം 20:12. പാപം ചെയ്ത ദൂതന്മാർ. യൂദ 6. വ്യാജ ദേവന്മാർ. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അതുപോലെ തന്നെ പുറപ്പാട് 12:12 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയരെ, വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടു. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു എന്നാണ് അവിടെ വായിക്കുന്നത്. അടുത്തതായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത്, പ്രിയരെ, ഒരു കാര്യമുണ്ട്. സാധാരണ കോടതി എന്ന് പറയുമ്പോൾ, അതായത് കോടതിയിൽ സാക്ഷികൾ വേണം. സാക്ഷിയില്ലാതെ ഒരു കാര്യവും ഇല്ല. ഇരുഭാഗക്കാർക്കും സാക്ഷിയുണ്ട്. എന്നാൽ സ്വർഗീയ കോടതിയിലെ സാക്ഷി ആരാണെന്ന് നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആകാശവും ഭൂമിയും. സങ്കീർത്തനം 50:4. കല്ലുകൾ. യോശുവ 24:26. ഭിത്തി. ഹബക്കൂക്ക് 2:11. ഹല്ലേലൂയ. ഇവരൊക്കെയാ ദൈവമക്കളെ സ്വർഗീയ കോടതിയിലെ സാക്ഷികൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വർഗീയ കോടതിയിലെ സാക്ഷികളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ പ്രിയരെ. ഇനിയും അടുത്താണ് നാം ചിന്തിക്കാൻ പോകുന്നത്, സ്വർഗീയ കോടതിയുടെ വിധി എപ്രകാരമായിരിക്കും എന്നതിനെ കുറിച്ചാണ്. ദൈവജനമേ, അനേക തെളിവുകൾ വിശുദ്ധ വേദപുസ്തകം നമുക്ക് പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 20:1 പറയുന്നത് ഇങ്ങനെയാണ്, ന്യായമായി. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണെന്ന് അറിയാമോ? ന്യായമായി. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 4:5 പറയുന്നത് നന്നായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റോമർ 2:10 പറയുന്നത് മുഖപക്ഷം കൂടാതെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മുഖപക്ഷം കൂടാതെ. പ്രിയരെ, റോമർ 14:10 പറയുന്നത് ഓരോരുത്തരെ ആയിട്ടാണ് ചോദിക്കുന്നത്. അത് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയരെ, ഇതാണ് സ്വർഗീയ കോടതിയുടെ, പ്രൈസ് ദി ലോർഡ്, സ്വർഗീയ കോടതിയിൽ വിധിക്കുന്ന വിധങ്ങൾ ഇങ്ങനെയാണ്. സഹോദരങ്ങളെ, ഒരു കാര്യം പറയട്ടെ, എല്ലാവരും ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. ഒരുത്തർക്കും മാറി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ലത്. എന്റെ കർത്താവെ, ഞാൻ പിന്നീട് വരാമെന്നൊന്നും പറഞ്ഞാൽ അവിടെ വില പോവുകയില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നമുക്കൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കുവാനുള്ളത്, ഹല്ലേലൂയ, we are to be judged concerning our life and service. This is the subject of our present today. പ്രിയ സഹോദരങ്ങളെ, ചില വിഷയങ്ങൾ നാം ആഴം
ആഴമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. We are appear before the judgment seat of Christ. We shall appear as we really are. Hallelujah. വാസ്തവത്തിൽ നാം എങ്ങനെയോ അങ്ങനെ തന്നെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ വെളിപ്പെടേണ്ടതാകുന്നു. ഹല്ലേലൂയ. പ്രിയരെ, നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് എങ്ങനെയാണെന്നറിയാമോ? മനസ്സിന് 3 അറകൾ ഉണ്ട്. മനസ്സിന് 3 അറകൾ ഉണ്ട്. 1 കോൺഷ്യസ് മൈൻഡ്, 2 സബ് കോൺഷ്യസ് മൈൻഡ്, 3 അൺകോൺഷ്യസ് മൈൻഡ്. ദൈവജനമേ, 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മനുഷ്യൻ കണ്ണിന് നേരെയുള്ളത് നോക്കുന്നു, എന്നാൽ ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരം, നമ്മൾ വായിച്ചു കേട്ടുമല്ലോ പ്രിയപ്പെട്ടവരെ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, we must all be manifested without its guise in our true characters. പ്രവൃത്തി 5:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ വായിക്കുവാൻ വേണ്ടിയല്ല, അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു അനന്യാസിനെയും സഫീറയുമാണ്. ദൈവജനമേ, എന്താണ് അനന്യാസിന്റെയും സഫീറയുടെയും ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അനന്യാസിനും സഫീറയ്ക്കും കുറച്ച് വസ്തുവൊക്കെ ഉണ്ടായിരുന്നു. അവർ ആ ലാൻഡൊക്കെ ഒന്ന് വിറ്റു. വിൽക്കുന്നതിന് മുമ്പ് അവരുടെ തന്നെ, വിറ്റ് കൊണ്ടുവന്നപ്പോഴും അവരുടെ തന്നെയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് വിറ്റ് എന്ത് ചെയ്യുന്നറിയാമോ? എല്ലാ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കണം. അതാണ് അന്നത്തെ കാലം, അങ്ങനെയാണ്. എന്നാൽ ദൈവജനമേ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇവർ 2 പേരും വീട്ടിൽ വന്നു. വിറ്റതിന് ശേഷം 2 പേരും കൂടെ ആലോചിച്ചു, എന്താ ചെയ്യേണ്ടത്? നമുക്ക് അല്പം ഒന്ന് മാറ്റി വെച്ചിട്ട് കൊടുക്കാം. എന്തിനാ അപ്പോസ്തലൻ പത്രോസിനെയൊക്കെ കാൽക്കൽ കൂടി ഇത്രയും വെക്കേണ്ട കാര്യമുണ്ടോ? എന്നാ ഇന്നും ഇക്കാലത്തും അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? ദൈവദാസന്മാർക്ക് ഇത്രയും കൊടുക്കണോ? വേണ്ട. സഭയ്ക്ക് ഇത്രയും കൊടുക്കണോ? വേണ്ട. അതിൽ കുറച്ച് കൊടുത്താൽ പോരെ? എത്രയും അതിൽ ഏറ്റവും ചെറുത് നോക്കും കൊടുക്കുവാനായിട്ട്. അങ്ങനെയല്ലേ ഇന്നത്തെ ലോകം? അങ്ങനെയാ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയാമോ? നമുക്ക് ലഭിക്കുന്നതും ചെറുത് തന്നെയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആ വസ്തുവകയെല്ലാം വിറ്റ് ഒരു പങ്കെടുത്ത് വെച്ചിട്ട് ഇവിടെ അനന്യാസ് വരികയാ, പത്രോസിന്റെ അരികിലേക്ക് വരികയാ. നോക്കണം ദൈവമക്കളെ, എന്താ സംഭവിച്ചെന്നറിയാമോ? പത്രോസിന്റെ അരികിൽ വരുമ്പോൾ താൻ അതായത് പറയുക, വരുമ്പോഴേ പത്രോസ് ചോദിച്ചു, അനന്യാസേ വസ്തു വിറ്റല്ലോ? വിറ്റു. ഇത്രയ്ക്കേ ഉള്ളോ? അതെ, ഇത്രയ്ക്കേ ഉള്ളൂ. നോക്കണം, എത്ര വലിയൊരു കള്ളത്തരമാ പറയുന്നില്ലേ? എത്ര വലിയൊരു കള്ളത്തരം. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവമക്കളെ, ഇവർ വിചാരിച്ചെന്താ അറിയാം? അനന്യാസ് വിചാരിച്ചു കാണും പത്രോസ് അല്ലേ ഇരിക്കുന്നത്, ഹല്ലേലൂയ, പത്രോസിനോടാണ് പറയുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ നേരെ നീ വ്യാജം പറയുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ താൻ പുറകോട്ട് വീണ് മരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. സ്നേഹിത, പരിശുദ്ധാത്മാവിന്റെ നേരെ വ്യാജം പറഞ്ഞാൽ ക്ഷമിക്കുകയില്ല. മനുഷ്യപുത്രന്റെ നേരെ പറഞ്ഞാൽ മനുഷ്യപുത്രൻ ഹല്ലേലൂയ ക്ഷമിക്കും എന്നത് ഓർത്തുകൊള്ളണം. കുറച്ച് മണിക്കൂറുകളൊക്കെ കഴിഞ്ഞപ്പോ ഭാര്യ വരികയാ, സഫീറ. എന്താ സഫീറ അവിടെ നിന്ന് വരികയാ, വന്ന് പത്രോസിന് അരിയിലൊക്കെ ഒന്ന് വന്നു, സംസാരിച്ചു. അപ്പോൾ പത്രോസ് ചോദിച്ചു, സഫീറേ വസ്തുവൊക്കെ വിറ്റല്ലോ? വിറ്റു. ഇത്രയൊക്കെ ഉള്ളൂ? അവളും കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടാണ് വരുന്നത്. ഇത്രയ്ക്കേ ഉള്ളോ എന്ന് ചോദിച്ചപ്പോൾ അവളും അത് തന്നെ പറഞ്ഞു, ഇത്രയ്ക്കേ ഉള്ളൂ എന്നാ. നോക്കണം ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയുന്നു, ഹല്ലേലൂയ, സഫീറയെ, നിന്റെ ഭർത്താവിനെ അടക്കം ചെയ്തവരുടെ കാൽ വാതിൽക്കൽ നിൽക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ അവളും മരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. സ്നേഹിതരെ, ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം എന്റെ മനസ്സിൽ വരുന്നത് പെട്ടെന്നൊന്ന് പറഞ്ഞങ്ങനെ കടന്നു പോട്ടെ. പ്രിയരെ, എന്റെ വിഷയം അതല്ല എങ്കിലും അല്പനിമിഷമായി. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ലോകം അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ തൊട്ടതിന് പിടിച്ചതിനല്ല. പരിശുദ്ധാത്മാവ് എന്നോട് അത് പറയാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ലോകം അത്രമാത്രം അധപ്പതിച്ചു പോയി. പരിശുദ്ധാത്മാവിനെ വെച്ച് കളിക്കുക, വ്യാജം പറയുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നേരെ വ്യാജം പറഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇന്നത്തെ ലോകം ഒന്നും അറിയാതെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അവരുടെ വിശ്വാസത്തിന്റെ പോക്ക് അങ്ങനെയാണ് അവർ യാത്ര ചെയ്യുന്നത്. കടന്നു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും.
ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ ദൈവജനമേ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മുൻപാകെ ഹല്ലേലൂയ മറച്ചു വെക്കുവാനായിട്ട് ഒന്നുമില്ല സഹോദരങ്ങളെ. നാം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ മുൻപിൽ മറച്ചു വെക്കുവാൻ ഒന്നും ഇല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ളത്, നാം ക്രിസ്തുവിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ നാം നമ്മുടെ പ്രവൃത്തികളെ പറ്റി കണക്ക് കൊടുക്കണം. കർത്താവ് നമ്മളോട് ഒന്നൊന്നായി ചോദിക്കും കേട്ടോ. ഒന്നും കർത്താവിന്റെ മുൻപിൽ മറവല്ല. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോ, ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തോടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, യാതൊരു സംശയവും ഇല്ല. പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ, നാം എത്ര പേരെ ഈ നീതിയുടെ പാതയിൽ എത്തിച്ചു? ഈ വൈകിയ വേളയിൽ വചനത്തിന് മുൻപിലായിരിക്കുന്ന സ്നേഹിതരെ, ഞാൻ നിങ്ങളോടായി ചോദിക്കട്ടെ ഒരു ചോദ്യം. നിങ്ങൾക്ക് എത്ര പേരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ കഴിഞ്ഞു? എത്ര പേരുടെ സത്യ സുവിശേഷം അറിയിക്കുന്നു? എത്ര പേരോട് ഹല്ലേലൂയ സുവിശേഷവുമായി നിങ്ങൾക്ക് കടന്നു പോകുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കണക്ക് കൊടുക്കേണ്ടി വരും. എന്റെ അരുമനാഥൻ കണക്ക് ചോദിക്കുന്ന ഒരു ദിനം വളരെ മുൻപിലുണ്ട് എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. ദൈവദാസന്മാർക്ക് മാത്രം ഒരുക്കി വെച്ചിരിക്കുന്നതല്ല. സുവിശേഷം ലോകമെങ്ങും പോയി കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇതാ ഹല്ലേലൂയ, ദൈവമക്കളായിരിക്കുന്ന നമുക്കെല്ലാവർക്കും വളരെയേറെ ഉത്തരവാദിത്വമുള്ള കാര്യമാ, മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ സത്യത്തെ വെളിപ്പെടുത്തുക, ലോകമെങ്ങും പോയി സാക്ഷിയാകണം. ചിലർ കണ്ടിട്ടില്ലേ ദൈവമക്കളെ, ചില വിസിറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ചില ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കത്തില്ല. അവർക്ക് വളരെ ബുദ്ധിമുട്ടാ. ആ ബുദ്ധിമുട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവരവിടെ നിന്ന് എന്താ പറയുന്ന അറിയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇവിടെ കണ്ണ് കാണിക്കുക, പ്രാർത്ഥിക്കാൻ അവിടെ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ. സ്നേഹിത, കണക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു നാളുണ്ട്. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് ഇന്ന് ഈ വൈകിയവേളയിൽ ഏറ്റവും അനുഗ്രഹമായി മാറും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, യേശുക്രിസ്തു ഇന്ന് ഇട്ടിരിക്കുന്ന ഹല്ലേലൂയ അവകാശമല്ലാതെ മറ്റൊന്നിടുവാൻ നമുക്ക് അവകാശമില്ല. വചനത്തിലുള്ളത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുവാൻ പ്രിയരെ നമുക്ക് ആർക്കും അതിന് റൈറ്റ്സ് ഇല്ല എന്നത് നാം അറിഞ്ഞുകൊള്ളണം. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്നാണ് വചനം പറയുന്നത്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഓരോരുത്തരും യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ആകണമേ എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ളത് എന്താണെന്ന് അറിയാമോ? നമുക്ക് തക്കതുപോലെ പ്രതിഫലം ലഭിക്കുമെന്നതാണ്. എന്തിന്റെ പ്രതിഫലമാണ്? നമുക്ക് എങ്ങനെയുള്ള പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പ്രതിഫലം വേണം? പ്രതിഫലമാണ് ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലങ്ങൾ നാം അറിയണ്ടേ പ്രിയപ്പെട്ടവരെ. എങ്ങനെയുള്ള പ്രതിഫലമാണ് എന്റെ അരുമനാഥൻ നമുക്ക് വേണ്ടി ഒരുക്കുവാൻ പോയിരിക്കുന്നത്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഹല്ലേലൂയ. ആകയാൽ ആത്മാക്കളെ നേടുന്നവർക്ക് ഉള്ള പ്രതിഫലം മാത്രമല്ല, അത് പ്രശംസയുടെ കിരീടമാണ്. വർജനം ആചരിച്ച് അംഗം നടത്തിയവർക്ക് വാടാത്ത കിരീടം എന്റെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു. നല്ല പോർ പൊരുതിയവർക്ക് നീതിയുടെ കിരീടം എന്റെ അരുമനാഥൻ വെച്ചിരിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തരായ രക്തസാക്ഷികൾക്ക് ജീവ കിരീടം എന്റെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. മാതൃക, അത് തീർന്നില്ല കേട്ടോ. മാതൃകയുള്ള ഇടയന്മാർക്ക് കൊടുക്കുന്ന താലന്ത് നാം വ്യാപാരം ചെയ്യുന്നവർക്ക്, വിശുദ്ധന്മാരെ ആദരിച്ചവർക്ക്, പ്രാർത്ഥനാ ജീവിതം ഉള്ളവർക്ക്, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, അതുപോലെ തന്നെ ഉപവസിച്ചവർക്ക്. അല്ലെങ്കിൽ ചിലരൊക്കെ പറയാറില്ലേ, അയ്യോ എന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കാറില്ല, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എനിക്ക് ഒരു മറുപടിയും ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന സ്നേഹിതരെ, സഹോദരങ്ങളെ, വളരെയധികം ശ്രദ്ധിക്കണമേ. എന്റെ കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും അവനവന്റേതായ പ്രതിഫലം വെച്ചിട്ടുണ്ട്.
നമുക്കറിയാം, ഈ ലോകത്തിൽ ഒരു ഓട്ടപ്പന്തയം വെച്ചാൽ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഒരു മത്സരം വെച്ച് കഴിഞ്ഞാൽ അതിന് 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം എന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയമുള്ള ദൈവമക്കളെ, എന്റെ കർത്താവിന്റെ രാജ്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്നവർക്ക് വേണ്ടിയുള്ള പ്രതിഫലം അത് എത്ര മഹത്തായതാണെന്ന് ഇന്ന് ഈ വൈകിയവേളയിൽ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ നാം ഓർത്തുകൊള്ളണം. വിശ്വസിക്കുന്ന ദൈവജനം ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ പ്രതിഫലത്തിന് വേണ്ടിയാ നിങ്ങൾ ഞാനും ഈ അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ മാത്രമല്ല, തീർന്നിട്ടില്ല. പാവപ്പെട്ട ഉപദേശിമാർ കടന്നു വരുമ്പോൾ, ദൈവമക്കളെ ചിലരൊക്കെ വിരട്ടി ഓടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ വേദന തോന്നും. പ്രിയരെ, ഹല്ലേലൂയ, ഓർത്തുകൊള്ളണം, കണക്കുണ്ട്. ദൈവം ഇതിനൊക്കെ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ് ദൈവജനമേ, കരുണ കാണിച്ചവർക്കുള്ള പ്രതിഫലം, ഹല്ലേലൂയ, പരീക്ഷകളെ ജയിച്ചവർക്കുള്ള പ്രതിഫലം, വചനം വായിക്കുന്നവർക്ക്, പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ സന്നിധിയിൽ നിത്യമായി നിലകൊള്ളുന്നവർക്ക്, കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് മുൻപോട്ട് പോകുന്നവർക്ക് ഒക്കെ ഉള്ള പ്രതിഫലം വളരെ വലുതാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് ദൈവജനമേ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അതിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. ഹല്ലേലൂയ, അതിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. ദൈവവചനം നിമിത്തം തല ഛേദിക്കപ്പെട്ടവർക്ക് മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കുകയും കൈമേലും അതിന്റെ മുദ്ര കൊള്ളാതിരിക്കുന്നവർക്കും ആത്മാക്കളെ ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവർ ജീവിച്ച് 1000 വർഷം, അതായത് ക്രിസ്തുവിനോട് കൂടെ വാണു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, 1 കൊരിന്ത്യർ 11:31 വാക്യം വായിക്കുമ്പോൾ, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ചിലരൊക്കെ പറയാറില്ലേ, എന്റെ സിസ്റ്ററെ, ഞാൻ ഒരു തെറ്റും ചെയ്യാറില്ല, ഞാൻ ഒരു പാപവും ചെയ്യുന്നില്ല, ഒരു പാപവും ചെയ്യുന്നില്ലെന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവരാണ് 1-ാം നമ്പർ പാപി എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് താണിരിക്കുക, ഒന്ന് താഴ്മ ധരിക്കുക, സഹോദരനെ സഹോദരനായിട്ടൊന്ന് കാണുക. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാ. പക്ഷേ ദൈവവചനം പറയാൻ മുൻപിലാ. 1-ാം നമ്പർ. അന്യഭാഷ പറയുന്നതിൽ മുൻപിലാ. പ്രവചനം പറയുന്നതിൽ 1-ാം നമ്പറാ. പക്ഷേ ജീവിതമില്ല. എനിക്ക് എത്ര പേർക്ക് ഈ വൈകിയവേളയിൽ എന്റെ കർത്താവ്, എന്റെ അരുമനാഥനോട് കൂടെ കടന്നു പോകുവാൻ എന്നെ കർത്താവ് ഒരുക്കണമേ എന്ന എത്ര പേർക്ക് സമർപ്പണമുണ്ട്. ദൈവ പൈതലെ, നമ്മുടെ കടന്നകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകൾ, കുറ്റങ്ങൾ, ബലഹീനതകൾ എന്റെ യേശപ്പാട് അരികിൽ അല്ലെങ്കിൽ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച്, ഒന്ന് താഴ്ത്തി സമർപ്പിച്ചുകൂടെ? സഹോദര, സഹോദരി, എന്റെ കർത്താവ് നിങ്ങളോട് ക്ഷമിക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം, ഇത്ര വലിയ രക്ഷയെ നീ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ സഹോദരങ്ങളെ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ രാജ്യത്തിനും നീതിക്കും വേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങുന്നവർ, പ്രൈസ് ദി ലോർഡ്, വിശുദ്ധിയുള്ളവരായിരിക്കണം, വേർപാടുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, നാം ഇവിടെ വായിച്ചു കേട്ടുവല്ലോ. പ്രൈസ് ദി ലോർഡ്. നാം നമ്മെ തന്നെ വിധിച്ചാൽ അത് വിധിക്കപ്പെടുകയില്ല. നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം നല്ല പ്രതിഫലം എന്റെ കർത്താവ് നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എങ്ങനെയുള്ള പേരാ വേണ്ടിയത്? മടിയനും ദുഷ്ടനുമായ ദാസനെന്നാണോ? സ്നേഹിത, ഹല്ലേലൂയ, വിശ്വസ്തനും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ വിളിക്കാൻ പോകുന്ന പേരെന്താ? വിശ്വസ്തനായ ദാസനെ എന്ന. എത്ര പേർക്ക് ഇന്ന് വൈകിയവേളയിൽ വചനത്തിന് മുൻപിൽ താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. സ്നേഹിത, ഞാൻ ഈ സമയം ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചോദിക്കട്ടെ. എന്റെ കർത്താവ് ഒരു രാജ്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തിന്റെ നിത്യാവകാശികളായി തീരുവാൻ നിങ്ങളും ഞാനും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇന്ന് എന്റെ കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് പോകുവാൻ കഴിയുമോ? റെഡിയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, എന്താ നിങ്ങൾ ഒരു ആമേൻ പറയാത്തത്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഒരുക്കമുള്ളവരായിരിക്കണം. ഏത് നിമിഷവും എന്റെ അരുമനാഥന്റെ വരവുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, സമീപമായി നിൽക്കുന്നു എന്നത് അറിഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ് നാം ഈ നാളുകളായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
അതിനായിട്ടാണ് നാം ഒരുങ്ങേണ്ടുന്നത്. ഹല്ലേലൂയ. ആ ന്യായാസനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് മാറി നിൽക്കുവാൻ, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ ഇപ്പൊ കഴിയില്ല കർത്താവേ എന്നൊന്നും പറയുവാൻ കഴിയുന്നതല്ല. ആരുടെയും ഒരു റെക്കമെൻഡേഷനും അങ്ങോട്ടേക്കില്ല എന്നത് അറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. അവിടെ ന്യായം വിധിക്കുന്നതിന്റെ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവമക്കളെ, എന്റെ അരുമനാഥനാണ് അവിടെ. ഹല്ലേലൂയ. അവിടെ ന്യായം വിധിക്കാൻ പോകുന്നത്. ദൂതന്മാർ അവർ വെച്ചിരിക്കുന്ന ജീവപുസ്തകത്തിൽ ഒന്ന് നോക്കും. ഹല്ലേലൂയ. നമ്മുടെ പേരവിടെ ഉണ്ടോ എന്ന്. പേരില്ലാത്തവർക്ക് ഹല്ലേലൂയ ദൈവമക്കളെ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. കർത്താവ് ഒരുക്കുന്ന നിത്യ രാജ്യത്തിന് അവകാശിയായി തീരണമെങ്കിൽ ആ ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് ഉണ്ടായിരിക്കണം എന്നത് നാം അറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. എല്ലാവർക്കും അവിടേക്ക് പോകുവാൻ കഴിയുമോ? സ്നേഹിത, ഒരു കാര്യം പറയട്ടെ. ആ ബുദ്ധിയുള്ള 5 കന്യകമാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. 5 ബുദ്ധിയുള്ള കന്യകമാരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായി കാണപ്പെടുന്നു. എന്താ സംഭവിച്ചത്? 10 പേരും ഒരുമിച്ചിരുന്നവരാ, ഒരുമിച്ച് കിടന്നുറങ്ങിയവരാ, ഒരുമിച്ച് ആരാധിച്ചവരാ, ഒരുമിച്ച് പ്രാർത്ഥിച്ചവരാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മണവാളന്റെ വരവ് വന്നപ്പോൾ എന്താ സംഭവിച്ച? 10 പേർക്കും അറിയുവാൻ കഴിഞ്ഞു. എന്നാൽ 5 പേർ ഹല്ലേലൂയ മണവാളൻ കഥകൾ തട്ടുമ്പോൾ ദൈവജനമേ 5 പേർ മണവാളനോട് കൂടെ കടന്നു പോകുന്നു. വിളക്കെടുത്തു, വിളക്ക് തെളിയിക്കുന്നു, അവർ കടന്നു പോകും. എന്നാൽ 5 പേർ അവർ വിളക്ക് തെളിയിക്കുമ്പോഴാണ് അവർ ചിന്തിക്കുന്നത്. എന്താ ചിന്തിച്ചെന്നറിയാമോ? അയ്യോ, ഞങ്ങളുടെ വിളക്കിൽ എണ്ണയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, ഞങ്ങളുടെ വിളക്കിൽ എണ്ണയില്ല. അവർ ഓടി വന്ന പ്രിയ ദൈവജനമേ, ഈ 5 പേരോട് കടം ചോദിക്കുക. അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. അവർ ചോദിക്കുന്നു, ഞങ്ങൾക്കും അല്പ എണ്ണ കടം തരണമേ എന്ന്. പ്രിയ ദൈവജനമേ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അവർ എന്താ മറുപടി പറഞ്ഞെന്നറിയാമോ? അവർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കൈവശമുള്ള എണ്ണ നിങ്ങൾക്ക് തന്ന നിങ്ങൾക്കും ഞങ്ങൾക്കും തികയാതെ പോകും. ആകയാൽ ഒരു കാരണവശാലും ഞങ്ങൾ നിങ്ങൾക്ക് തരുവാൻ കഴിയുന്നതല്ല. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എവിടെയെങ്കിലും പോയി നിങ്ങൾ എണ്ണ കടം ചോദിക്കണമേ, വാങ്ങിക്കണമേ എന്ന് പറയുന്നത് കാണുവാൻ കഴിയുന്നു. പ്രിയ സ്നേഹത്തോടു കൂടി ഞാൻ പറയട്ടെ സ്നേഹിതരെ, ഹല്ലേലൂയ. അവരും ഓടി, അവർ അധ്വാനിച്ച് മറ്റുള്ള ഇടങ്ങളിൽ പോയി അവർ എണ്ണ ചോദിക്കുന്നുണ്ട്. എണ്ണ വാങ്ങിച്ചു, അവർക്ക് എണ്ണ ലഭിച്ചു. പക്ഷേ സമയമായപ്പോൾ അവർ 5 പേർ, ബുദ്ധിയുള്ളവർ 5 പേർ അവർ മണവാളനോട് കൂടി കടന്നു പോകുന്നു. ശേഷം പ്രിയരെ, ആ 5 പേർ വരുമ്പോഴേക്കും ഹല്ലേലൂയ വാതിലടച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള സ്നേഹിതരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എത്ര പേർ ഒരുക്കമുള്ളവരാണ്, എത്ര പേർ എന്റെ കർത്താവിന് വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടും, എത്ര പേർ യോഗ്യതയുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇത് അന്ത്യകാലം എന്നറിഞ്ഞുകൊണ്ട് കർത്താവിനെ നമുക്ക് വിളിച്ചറിയിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുവാനും ദൈവം നമ്മളെ ഒരു വലിയ ദൗത്യം നമ്മുടെ മേൽ വച്ചിരിക്കുക. എത്ര പേർ ഹല്ലേലൂയ ദൈവജനമേ, വചനമായി നിങ്ങൾ കടന്നു പോകുന്നു. വചനം പറയുന്നതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വല്ലതുമുണ്ടോ? അയ്യോ, എനിക്ക് അവരോടൊക്കെ പറയാൻ വലിയ നാണമാ, ഞാൻ എങ്ങനെയാ അവരോട് വചനം പറയുന്നെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പ്രിയ സ്നേഹിതരെ, എന്റെ കർത്താവ് വരും, എന്റെ കർത്താവിന്റെ നാൾ അടുത്തു കഴിഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നാം അങ്ങനെ വിചാരിക്കാതെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, കർത്താവ് നമ്മുടെ മേൽ നൽകിയിരിക്കുന്ന ആ ടാലന്റുകളെ ശരിയായ വിധത്തിൽ നാം വ്യാപാരം ചെയ്യണം. അതോ മടിയന്മാരായിട്ട് കിടക്കുകയാണോ? മാറി നിൽക്കുകയാണോ? സഹോദരനെ, സഹോദരിയെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. നാം മടിയരായി അലസരായി കാണപ്പെട്ടാൽ നിശ്ചയമായും എന്റെ കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുകയില്ല. ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു മഹാസംഭവം ആഗതമാകുവാൻ പോകുന്നു. അത് എന്റെ അരുമനാഥന്റെ വരവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വാക്കില്, നമ്മുടെ നോട്ടത്തില്, നമ്മുടെ ചിന്തയില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെയും ഹല്ലേലൂയ നമ്മുടെ സ്വന്തം സഹോദരനെ, സഹോദരിയെ നമ്മുടെ സ്വന്തമായി കൂടെ ചിന്തിക്കാൻ കഴിവില്ലാത്ത എത്രയോ പേർ, ഒരേ സഭയിൽ കൂടി വരുന്നവർ,
പരസ്പരം ഒരു പ്രൈസ് ദി ലോർഡ് പറയുവാൻ കരം കൊടുക്കാത്തവരെ എനിക്ക് കാണുവാൻ കഴിയുന്നു. അവരൊക്കെ അടുത്ത് വന്നിരിക്കുമ്പോ എന്താ ചെയ്യുന്നറിയാമോ? കണ്ണടച്ച് സ്തോത്രം 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 എന്ന് പറയുന്ന പല സഹോദരങ്ങളെ കാണുവാൻ കഴിയുന്നു. ഒരു കാര്യം വ്യക്തമായി നിങ്ങളോട് ഞാൻ പറയട്ടെ, എന്റെ കർത്താവ്, ഹല്ലേലൂയ, കർത്താവ് ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. മനുഷ്യനോ, ഹല്ലേലൂയ, മനുഷ്യനത് അറിയുന്നില്ല. എന്റെ കർത്താവ് ഉള്ളങ്ങളെ അറിയുന്ന ദൈവമാണ്. ആകയാൽ നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എന്താണെന്നുള്ളത് കർത്താവിന് അറിയാം. അതുകൊണ്ട് ഈ ലോക മനുഷ്യരെ ഒരു പക്ഷേ നമുക്ക് അവരെയൊക്കെ കബളിപ്പിക്കാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ എന്റെ കർത്താവിന്റെ അരികിലേക്ക് അങ്ങനെ പറ്റത്തില്ല എന്നത് ഞാൻ അറിയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നമ്മുടെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് പോകുവാനാണ് നാം ഓരോരുത്തരും ഒരുങ്ങേണ്ടുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഒരുക്കുന്ന ആ രാജ്യത്തെ കുറിച്ച് എനിക്ക് വിവരിക്കാൻ സമയമില്ല. എങ്കിലും അല്പം കൂടെ ഒന്ന് ടച്ച് ചെയ്ത് ഞാൻ കടന്നു പോകട്ടെ. കർത്താവ് വെളിപ്പാട് പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അവിടെ ശാപമില്ല, കണ്ണീരില്ല, മരണമില്ല, ദുഃഖമില്ല, മുറവിളിയില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള രാജ്യമാണ് എന്റെ കർത്താവ് ഒരുക്കുന്നത്. അവിടെ സെമിത്തേരി, ശവക്കോട്ടയൊന്നും ഇല്ല കേട്ടോ. ഹല്ലേലൂയ. പ്രിയരെ, എന്റെ കർത്താവാണ് ഓൾ ഇൻ ഓൾ. എല്ലാം എന്റെ കർത്താവ് തന്നെയാണ് അവിടെ. ഓ പ്രൈസ് ദി ലോർഡ്. വിളക്കും എന്റെ കർത്താവ് തന്നെയോ, വെളിച്ചം എന്റെ കർത്താവ് തന്നെ ആയിരിക്കും എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഇത്ര മനോഹരമേറിയ ഒരു രാജ്യത്തെ അല്ലേ എന്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹിത, അവിടേക്ക് പോകുവാനാണ് ഹല്ലേലൂയ നാം ഓരോരുത്തരും ഒരുങ്ങേണ്ടുന്നത്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ഒരു പഴയ ഒരു പാട്ടിന്റെ ഒരു ലൈൻ മാത്രം നമുക്കൊന്ന് പാടി ദൈവത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമവിടെ. രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമവിടെ. എല്ലാവരും ചേർന്ന് പഠിക്കേ. എല്ലാവർക്കും ചേർന്ന് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് എന്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ ഒരു മനോഹാരിതയാണ് പ്രിയപ്പെട്ടവരെ ഈ ലൈനുകളിൽ വരുന്നത്. നിങ്ങൾക്ക് ചേർന്ന് കരങ്ങളെ തട്ടി ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ജീവമരങ്ങളുമായി നില കൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമവിടെ. ജീവജല നദി ഉണ്ടവിടെ, ജീവമരങ്ങളുമായി നില കൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാ, മൽപ്രേമകാന്തനെ കാണാ. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാ, മൽപ്രേമകാന്തനെ കാണാ. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് അനേക കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇതൊക്കെയും തരണം ചെയ്താണ് നാം മുൻപോട്ട് കടന്നു പോകേണ്ടത്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവ് പ്രൈസ് ദി ലോർഡ് അനുഭവിക്കാത്ത കഷ്ടമാണോ നമുക്ക് അനുഭവിക്കാം? നമുക്കൊരു കാര്യം നമുക്ക് ചിന്തിക്കുവാനുണ്ട്. നമ്മുടെ കർത്താവ് സ്നാനമേറ്റതിന് ശേഷമായി 40 ദിവസത്തോളം കർത്താവ് ഉപവസിച്ചില്ലേ? ആകയാൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും അധികരിച്ച് വരുമ്പോൾ, കൂടി വരുമ്പോൾ, പ്രിയമുള്ള ദൈവമക്കളെ, അധൈര്യപ്പെട്ടു പോകാതെ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു രാജ്യത്തെ ഒരുക്കുന്നു. ആ രാജ്യത്തിന് നിത്യാവകാശിയായി തീരുവാൻ എന്റെ കർത്താവെ ഞാൻ അതിനു വേണ്ടി ഒരുങ്ങുമെന്ന എത്ര പേർക്ക് പ്രത്യാശയുണ്ട്. പ്രത്യാശയോടുകൂടി നാം ഈ നാളുകളായി കാണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നാം ഓരോരുത്തർ പ്രാർത്ഥിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ചെങ്കടലിന്റെ അവസ്ഥയായിരിക്കാം, ചിലപ്പോഴൊക്കെ ഓ ഹല്ലേലൂയ
ഹല്ലേലൂയ, കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ അനുഭവമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. പത്മോസിന്റെ അനുഭവമായിരിക്കാം. സ്നേഹിത, എന്നെ നിന്നെയും എന്നെയും വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വാക്കു മാറാത്ത ദൈവം. ആ ദൈവത്തിലാണ് നാം ആശ്രയം വെക്കുന്നത്. ആകയാൽ ഒരു കാരണവശാലും അധൈര്യപ്പെട്ടു പോകരുത്. നമ്മുടെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് ഒന്ന് മടങ്ങി വരട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ തന്നെ എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഒരു സ്വർഗീയ കോടതി ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൈവജനമേ, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നാം അറിഞ്ഞുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഹല്ലേലൂയ, ദൈവജനമേ, ആ സ്വർഗീയ കോടതിയുടെ മുൻപിൽ എല്ലാ മനുഷ്യരും മറുപടി പറഞ്ഞ മതിയാകുള്ളൂ എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രിയമുള്ള ദൈവമക്കളെ, അതിൽ നിന്ന് ഒഴിവാകുവാൻ ഒരു വ്യക്തിക്കും കഴിയുന്നത് അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മനുഷ്യർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും റെക്കമെൻഡേഷനുകൾ കൊടുത്ത് സഹായിക്കുവാൻ കഴിയും. എന്റെ അരുമനാഥന്റെ മുൻപിൽ ഓരോരുത്തരുടെയും നമ്മുടെ അന്തസ്സോ നമ്മുടെ അഭിമാനമോ നമ്മുടെ ഡിഗ്രീസോ നമ്മുടെ പ്രോപ്പർട്ടീസോ ഒന്ന് തന്നെ ഒരു റെക്കമെൻഡേഷനും എന്റെ അരുമനാഥൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിലേക്ക് പോകുന്നതിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, ഒരു റെക്കമെൻഡേഷനും ഇല്ല എന്നത് നാം അറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് വരാറായി. ദൈവജനമേ, ഒരല്പം കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളാം. ദൈവമക്കളെ, എല്ലാവരും കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുകയില്ല. പ്രസംഗിക്കുന്നവർ പോകുമോ? സാക്ഷി പറയുന്നവർ പോകുമോ? ദൈവമക്കളെ, ഉപവസിച്ചാൽ മാത്രം പോകുമോ? ഹല്ലേലൂയ. ദൈവജനമേ, എന്റെ കർത്താവിന്റെ നോട്ടത്തിൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ അറിയുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെ ചിന്തിക്കുന്ന ദൈവമല്ലേ. നാം സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കടന്നുപോയാലും അവിടെയും ദൈവത്തിന്റെ കണ്ണുകൾ നമ്മുടെ കൂടെയുണ്ട്. ആകയാൽ കർത്താവിന്റെ മുൻപിൽ മറയ്ക്കുവാനായിട്ട് കഴിയുന്നതല്ല. ആകയാൽ ഈ സ്വർഗീയ കോടതിയുടെ മുൻപിൽ നിൽക്കുവാൻ കർത്താവേ എനിക്ക് ത്രാണി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൂടെ? ദൈവമേ, എന്റെ കർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കറക്റ്റായിട്ട് പറയണം ദൈവവൈതലെ. അതാ ഒരു ദൈവവൈതന്റെ വിശ്വാസം, പ്രത്യാശ എന്ന് പറയുന്നത് അവിടെയാണ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ പറയട്ടെ, രണ്ടുപേർ യാത്ര ചെയ്യും. അതിൽ രക്ഷിക്കപ്പെടുന്ന ആൾ ഹല്ലേലൂയ എടുത്തുകൊള്ളപ്പെടും. രക്ഷിക്കപ്പെട്ടാൽ എടുത്തുകൊള്ളപ്പെടും. മറ്റേയാൾ കൈവിടപ്പെട്ടു പോകും. രണ്ടുപേർ കിടന്നുറങ്ങും. അതിൽ രക്ഷിക്കപ്പെട്ട ആൾ ഹല്ലേലൂയ കർത്താവിന്റെ കാഹളത്തിങ്കൽ എടുത്തുകൊള്ളപ്പെടും. മറ്റേയാൾ കൈവിടപ്പെട്ടു പോകും. രണ്ടുപേർ ജോലി ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, രക്ഷിക്കപ്പെട്ട ആൾ കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ കർത്താവിനോടുകൂടെ അവർ എടുത്തുകൊള്ളപ്പെടും. മറ്റേയാൾ കൈവിടപ്പെട്ടു പോകും. ഇതാണ് നമ്മുടെ സ്ഥിതി. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഈ വചനത്തിന്റെ മുൻപിലായിരുന്ന ദൈവജനമേ, ഈ വൈകിയവേളയിൽ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിയുമോ? കർത്താവേ, അവിടുത്തെ സ്വർഗീയ കോടതിയെ കുറിച്ച് കേട്ടു അപ്പ. എന്റെ കടന്നകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന എത്ര പേർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിയും? സ്നേഹിത, ഒരു പക്ഷേ ഇതുപോലൊരു സന്ദർഭം നിങ്ങൾക്ക് ലഭിക്കാതെ പോയാൽ, എന്റെ കർത്താവ് ഒരുക്കുന്ന ഈ രാജ്യത്തെ കുറിച്ച് നിങ്ങൾ അറിയാതെ പോയാൽ, ഒരു പക്ഷേ നിങ്ങൾ ആ കർത്താവിനോട് കൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയാതെ പോകും. കൈവിടപ്പെട്ടു പോകും. തള്ളപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ എന്റെ കർത്താവ് ഒരുക്കുന്ന നല്ല ആ നിത്യ രാജ്യത്തിന് അവകാശിയായി തീരുവാൻ ഒരുങ്ങണം പ്രിയപ്പെട്ടവർ. അതിനുവേണ്ടിയാ നിങ്ങളും ഞാനും ഈ പരിശ്രമിക്കുന്നതെല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഒരു സമർപ്പണമുണ്ട് ഈ വൈകിയവേളയിൽ? എത്ര പേർക്ക് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വരാറായി. ആ മണവാളനെ വരവേൽക്കുവാൻ, കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുവാൻ സ്നേഹിത ഒരുങ്ങണമേ എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. എത്ര പേർക്ക് സമർപ്പണമുണ്ട്? ഹല്ലേലൂയ. ഇന്ന് തന്നെ ഒരു നല്ല തീരുമാനം എടുക്കണം ദൈവജനമേ. കർത്താവ് വരാറായില്ലേ? ഹല്ലേലൂയ. നമ്മുടെ കടന്നകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ മന്ദിഭവിച്ച അവസ്ഥകളിലൂടെ നാം കടന്നു പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ ഒരു നല്ല തീരുമാനമെടുക്കണം, ഉറച്ച തീരുമാനമെടുക്കണം. വചനം പറയുന്നു, ലോകമെങ്ങോ പോയി സാക്ഷിയാകണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ സുവിശേഷം പറഞ്ഞ് മരിച്ചാൽ മരിക്കട്ടെ. എന്തിനാ ഭാരപ്പെടുന്നത്? എന്തിനാ അധൈര്യപ്പെടുന്നത്? സ്നേഹിത, അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. രക്തസാക്ഷിയായി മരിക്കുന്ന
പറയുന്നതല്ലേ? ആകയാൽ കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി മരിക്കണം പ്രിയപ്പെട്ടവരെ. ആകയാൽ ഹല്ലേലൂയ, കർത്താവ് വരുവോളും കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി കാണപ്പെട്ടാൽ, ഹല്ലേലൂയ, വിശ്വസ്തനായ ദാസനെ എന്നാണ് നമ്മളെ വിളിക്കാൻ പോകുന്നത്. ആ വിളിക്ക് മുൻപിലാണ് ദൈവജനമേ ഹല്ലേലൂയ നാം അതൊക്കെ ആ വിളി കേൾക്കുവാൻ വേണ്ടിയാ നാം ഒരുങ്ങേണ്ടുന്നത്. അല്ലാതെ ഈ ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് വിളിച്ചവനെ കൊണ്ടുപോയി അന്ധകാരത്തിന്റെ ഇരുട്ടറയിലേക്ക് തള്ളിയിടുവാൻ പറയുന്ന ഒരു ശബ്ദമല്ല നമുക്ക് കേൾക്കേണ്ടുന്നത്. എന്റെ കർത്താവ് ആ രജിസ്റ്റേർഡിൽ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ആ ജീവ പുസ്തകത്തിൽ നമുക്ക് പേരുണ്ടാകണം. സ്നേഹിത, വിശുദ്ധിയോട് വേർപാടോട് കൂടി ജീവിക്കുവാൻ എന്റെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആകയാൽ പ്രൈസ് ദി ലോർഡ് അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും പ്രൈസ് ദി ലോർഡ് അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനാ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് ഒരു മാറ്റവുമില്ല. വചനം നമ്മെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്, നമ്മളെ വിളിച്ചറിയിക്കുകയാണ്. ദൈവജനമേ, ഒരുങ്ങണമേ, ഉണരണമേ, ദേശമേ ഉണരണമേ എന്ന് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ അവിടെയും ഇവിടെയുമായി ലോകമെമ്പാട് നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുക. സ്നേഹിതര, ഹല്ലേലൂയ. ജാതി ജാതിയോട് എതിർക്കുന്നു, രാഷ്ട്രം രാഷ്ട്രത്തോട് എതിർക്കുന്നു, ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെയായി ഉണ്ടാകുന്നു. യുദ്ധവും യുദ്ധശ്രുതികളെ കുറിച്ചും നിങ്ങൾ കേൾക്കും. ഹല്ലേലൂയ എന്നൊക്കെ വചനം നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ആ ഒരു പോരാട്ടം നാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ സ്നേഹിതരെ? ഇനി ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ ഏർപ്പാടുകൾ ഉണ്ടോ എന്ന് ഒരു ദൈവ വൈദ്യൽ ചിന്തിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ വചനം എന്താ പറയുന്നത്? വചനം വിളിച്ചു പറയുന്ന സത്യങ്ങളെ ഏറ്റെടുക്കുവാൻ ഹല്ലേലൂയ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ഒരു സ്വർഗീയ കോടതി ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നമുക്ക് നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ എന്ന് വചനം നമ്മെ വിളിച്ചറിയിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഈ കേട്ടതായ വചനത്തിന് മുമ്പിൽ അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന ഹല്ലേലൂയ വരവിന്റെ ലക്ഷണങ്ങളും അങ്ങൊരുക്കിക്കൊണ്ടിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് സ്വർഗീയ കോടതിയെ കുറിച്ചും ഞങ്ങൾക്ക് വളരെ ആധികാരികമായി ചിന്തിക്കുവാൻ എന്റെ കർത്താവ് സഹായിച്ചു. കേട്ടവർക്കായി സ്തോത്രം കർത്താവേ. വചനം കേട്ടവരിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വലിയ മാറ്റം, ഒരു മിറക്കിൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവേ ഹല്ലേലൂയ വചനം കേട്ടവരിൽ ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. വിടുവിച്ചാട്ട കർത്താവേ, വചനം ഘോഷിക്കുവാൻ അടിയനെ ദൈവം ബലപ്പെടുത്തിയതിനായ സ്തോത്രം ചെയ്തു. കൃപയാൽ ഹല്ലേലൂയ അങ്ങെല്ലാവരെയും നിറച്ചാട്ടെ. അവിടുത്തെ തങ്കച്ചോരയാൽ അപ്പച്ചൻ കഴുകി മദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിനായി കാത്തിരിക്കുവാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കിക്കാട്ടെ. സകലവിധ നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണമപ്പ. സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ACOP ആലുവ ചർച്ചില്, ആ ചർച്ചിന്റെ ഈ ഫേസ്ബുക്ക് പേജിൽ വീണ്ടും ഇങ്ങനെയുള്ള നല്ല അവസരം ഒരുക്കി തന്ന ബഹുമാനിയ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ KG ജോൺ അവരുടെ എനിക്ക് നല്ല പരിചയമില്ല, എങ്കിലും കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്ന പ്രിയ കർത്താവിന്റെ ദാസി സിസ്റ്റർ ബ്ലെസ്സി സാലുവിനോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൽ നിന്നും ഈ പേജിൽ നിന്നും എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കട്ടെ. അതുപോലെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൽ നിന്നും എന്റെ അഡ്മിന്മാർ ഉണ്ടായിരുന്ന എല്ലാ അഡ്മിന്മാർക്കും എന്റെ മെമ്പേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. പ്രിയരെ, കർത്താവ് വരാൻ പോകുന്നു. രാജാതിരാജാവായി വരാൻ പോകുന്ന കർത്താവിനെ എതിരേൽക്കുവാൻ അല്ലെങ്കിൽ വരവേൽക്കുവാൻ ഒരുങ്ങണമേ എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു എന്ന് വചനം നമ്മെ ഉറപ്പിക്കുന്നു. ആകയാൽ പ്രൈസ് ദി ലോർഡ് ദൈവജനം ഹല്ലേലൂയ ജാഗ്രതയോടെ സൂക്ഷ്മതയോടുകൂടെ ഈ അന്ത്യകാലത്ത് ജീവിക്കുവാൻ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമായി കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ
ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.